വരും. ശ്രീ എം ജി ശ്രീകുമാർ എന്നോട് സംസാരിച്ചിരുന്നു. നിങ്ങളോടൊക്കെ പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഇതുമായി സഹകരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈ കോൺക്ലേവിലേക്ക് അദ്ദേഹത്തെയും ക്ഷണിക്കും. അദ്ദേഹം ഈ ക്യാമ്പയിൻ്റെ ഒരു വക്താവാൻ, ഒരു അംബാസഡറായി തന്നെ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നാണ് എന്നോട് അറിയിച്ചത്. ഇതിലൊരു സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇതുപോലെ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ റീച്ച് വരെയാണ് ഈ പദ്ധതിക്ക്. ചോദ്യത്തിലേക്ക് നമ്മൾ പോവാം. ഞാൻ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എടുക്കാം, എല്ലാ ചോദ്യം എടുക്കാം. അപ്പോൾ അതൊരു നല്ല മാതൃകയാണ്. അദ്ദേഹം പറഞ്ഞു ചെയ്തത് ഉണ്ടായത് തെറ്റാണ്, അദ്ദേഹം അല്ല ചെയ്തത്, തെറ്റാണ്, അതുകൊണ്ടാണ് അപ്പം തന്നെ പിഴയടച്ചത്. മാത്രമല്ല ഇതിലൊരു മാതൃക സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കതാണ് ആവശ്യം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഇതുമായിട്ട് സഹകരിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞു. അത് സ്വീകരിച്ചു, ആ വാഗ്ദാനം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആരെല്ലാം തയ്യാറുണ്ടോ അവരെല്ലാം സഹകരിപ്പിക്കും. ഇനി രണ്ടും കൂടി കഴിഞ്ഞിട്ടാവാം. വേറൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ട്. യഥാർത്ഥത്തിൽ 2 പത്രസമ്മേളനമായിട്ട് നടത്തേണ്ടതാണ്. ഞാൻ സമയവും സൗകര്യമൊക്കെ കണക്കിലെടുത്തിട്ട് ഒന്നിച്ചാക്കിയത്. ഈ കെ-സ്മാർട്ട് സോഫ്റ്റ്വെയർ, കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച ഏകീകൃത സോഫ്റ്റ്വെയറാണ്. IKM ആവിഷ്കരിച്ചതാണ്. IKMൻ്റെ തന്നെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി, കേരളത്തിലെ തദ്ദേശ ഭരണ ചരിത്രത്തിലെയും ഒരു വഴിത്തിരിവായിട്ട് കെ-സ്മാർട്ട് നിന്ന് മാറിയിരിക്കുകയാണ്. കൊച്ചിയിൽ വെച്ചാണ് 2024 ജനുവരി 1 നഗരസഭകളിൽ കെ-സ്മാർട്ട് ലോഞ്ച് ചെയ്തത്. ഇവിടെയാണ് എന്നാണ് തുടങ്ങിയത്, എല്ലാ നഗരസഭകളിലും. ഈ ഏപ്രിൽ 10 മുതൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, അതോടുകൂടി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒരു ഏകീകൃത സോഫ്റ്റ്വെയറിന് കീഴിൽ പ്രവർത്തിക്കുന്ന, എല്ലാ പൗരസേവനങ്ങളും ലഭ്യമാവുന്ന, പൂർണ്ണമായും ഓൺലൈനായി ലഭ്യമാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് കെ-സ്മാർട്ടിൻ്റെ. ഇതിൻ്റെ പ്രത്യേകത, കേരളത്തിലെ ഏതൊരു തദ്ദേശ സ്ഥാപനത്തിലെയും ഏതൊരു സേവനവും ലോകത്തെവിടെ ഇരുന്നും കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നേടാം എന്നതാണ്. ഒരാളും ഇനി ഈ മുനിസിപ്പൽ ഓഫീസിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ഒരു കാര്യം നടത്താൻ നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്ന പരാതി പറയേണ്ടി വരില്ല, അവിടേക്ക് പോകേണ്ടി വരില്ല. ഒരാളും കയറാത്ത ഇടങ്ങളായിട്ട് കോർപ്പറേഷൻ, മുനിസിപ്പൽ, പഞ്ചായത്ത് ഓഫീസ് മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നേരിട്ട് ചെല്ലേണ്ട സാഹചര്യം ഉണ്ടാവരുത്. അപ്പം അത് ഏപ്രിൽ 10 മുതൽ എല്ലായിടത്തും വരും. ഏപ്രിൽ 10 രാവിലെ 10:30 മുഖ്യമന്ത്രി തന്നെയാണ് ഇതിൻ്റെയും ഉദ്ഘാടനം നടത്തുന്നത്. തദ്ദേശ മന്ത്രി അധ്യക്ഷനായിരിക്കും. പ്രതിപക്ഷ നേതാവ്, ധനമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവരൊക്കെ അതിൽ പങ്കെടുക്കും. ഇതിനകം തന്നെ കേരളത്തിലെ നഗരഭരണത്തെ വിപ്ലവകരമായിട്ട് കെ-സ്മാർട്ട് മാറ്റിമറിച്ചിട്ടുണ്ട്. വേണ്ടത്ര അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു.